വെളിപാട് പുസ്തകം 22:4 അവിടുത്തെ ദാസർ അവിടുത്തെ ആരാധിക്കും, അവർ അവിടുത്തെ മുഖം ദർശിക്കുമെന്ന് ബൈബിൾ പഠിപ്പിക്കുകയാണ്. ദൈവമുഖം കാണുന്ന ദൈവ സ്തുതിപ്പിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ നയിക്കുകയാണ്. ആരാണ് കർത്താവിൻ്റെ ദാസർ? ആരാണ് കർത്താവിൻ്റെ ദാസർ? പ്രിയപ്പെട്ടവരെ, ദാനത്തേക്കാൾ ദാതാവ് മതി എന്ന് തീരുമാനമെടുത്തവരാണ് ദൈവത്തിൻ്റെ ദാസർ. പണം സമ്പാദിക്കുന്നതിനേക്കാൾ പുണ്യത്തിൽ വർധനവ് പ്രാപിക്കുന്നതാണ് നല്ലതെന്ന് ചിന്തിക്കുന്നവരാണ് ദൈവത്തിൻ്റെ ദാസർ. ലോകത്തിനു വേണ്ടി ലോകത്തിൻ്റെ വഴിയിലൂടെ പോകുന്നതിനേക്കാൾ നിത്യജീവന് വേണ്ടി വേറിട്ട വഴിയിലൂടെ പോകുവാൻ ജ്ഞാനം സിദ്ധിച്ചവരാണ് ദൈവത്തിൻ്റെ ദാസർ. വലതുകൈ ഉയർത്തി ഹല്ലേലൂയ. അവർക്ക് തൻ്റെ മുഖം വെളിപ്പെടുത്തിയില്ലെങ്കിൽ മറ്റാർക്കാണ് ദൈവം തൻ്റെ മുഖം വെളിപ്പെടുത്തുന്നത്? ദൈവമുഖം ദർശിക്കുന്ന ദൈവസ്തുതിപ്പിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ നയിക്കുകയാണ്. ഈ പ്രൈസ് ആൻഡ് വർഷിപ്പിന് നേതൃത്വം കൊടുക്കുന്നത് ശാലോം ശുശ്രൂഷകനായ ടിജോ തോമസ് ആണ്. അദ്ദേഹത്തോട് ചേർന്ന് നമുക്ക് ഈ ദൈവ ആരാധനയിൽ പങ്കെടുത്ത് അനുഗ്രഹം പ്രാപിക്കാം. പ്രിയമുള്ളവരെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ദൂതൻ അവരോട് പറഞ്ഞു, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈശോയെ ആരാധിക്കാൻ ഒരുങ്ങിയിരിക്കുന്ന ഈ സമയത്ത് നമ്മുടെ ഹൃദയത്തിലേക്കൊന്ന് ആഴത്തിലേക്ക് കടന്നു ചെല്ലുക. ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങളും ആർക്കും പരിഹരിക്കാൻ കഴിയില്ലെന്ന് ഒരു വേള തോന്നിപ്പോകുന്ന പ്രശ്നങ്ങളുമായി ഈശോയെ ആരാധിക്കാൻ നമ്മളിവിടെ ഇരിക്കുകയാണോ? ആർക്കും മനസ്സിലാകാത്ത ചില പ്രശ്നങ്ങൾ നമ്മളെ അലട്ടുന്നുണ്ടോ? പ്രിയമുള്ളവരെ, കണ്ണുകൾ അടച്ച് നമ്മുടെ ദൈവത്തെ ഒന്ന് ധ്യാനിച്ച് ഇതാ ദൂതൻ്റെ സ്വരം ഒന്നുകൂടെ ഒന്ന് കേട്ടെ. സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ, വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ് കർത്താവായ ക്രിസ്തുവിൻ്റെ നാമം. പ്രിയമുള്ളവരെ, ഈ നിമിഷങ്ങളിൽ സ്വർഗം നമുക്ക് നൽകിയ അത്ഭുതകരമായ നാമമാണ് യേശുവിൻ്റെ നാമം. ആ നാമത്തെ ഉയർത്തി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ കരങ്ങളെ ദൈവസന്നിധിയിലേക്ക് ഉയർത്തി ഹൃദയത്തിൻ്റെ സകല ഭാരങ്ങളും ആ അത്ഭുത നാമത്തിന് മുൻപിൽ സമർപ്പിച്ച് യേശുവിൻ്റെ നാമം വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് സന്തോഷത്തിൻ്റെ വലിയ സദ്വാർത്തയുമായി വന്നവനാണ്. ഇതാ എൻ്റെ ഹൃദയഭാരം ഞാൻ സമർപ്പിക്കുന്നു. ഈശോയെ, എന്നെ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങളെയും സമർപ്പിക്കുന്നു. അവയ്ക്ക് പരിഹാരം നൽകാൻ മതിയായവനാണ് അവിടുന്ന് എന്ന വിശ്വാസത്തോടെ അങ്ങയുടെ നാമത്തെ വിളിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഉറക്കെ വിളിക്കാമോ? യേശുവേ, യേശുവേ, രക്ഷകനായ ദൈവമേ, കടന്നു വരണമേ. അത്ഭുത പ്രവർത്തകനായ ദൈവമേ, കടന്നു വരണമേ. ആർക്കും പരിഹരിക്കാൻ കഴിയാത്ത എൻ്റെ ജീവിത പ്രശ്നത്തിലേക്ക് വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, അങ്ങയുടെ ഒരു വാക്ക് മതി. യേശുവേ, എൻ്റെ ദൈവമേ, ആരാധിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. യേശുവേ, നന്ദി. ഹൃദയത്തിൽ ആഴത്തിൽ പാടുന്നു. യേശുവേ, യേശുവേ, നിന്റെ സ്വരം കേൾപ്പിക്കണേ. മറ്റൊന്നും വേണ്ട ദൈവമേ, നിന്റെ ഒരു വാക്ക് മതി. ഈശോയെ, നിന്റെ ഒരു വാക്ക് മതി ദൈവമേ. ചേർന്ന് പാടാമോ? യേശുവേ, എൻ പ്രിയനേ, നിന്റെ മൃദുസ്വരം കേൾപ്പിക്കണേ.
കർത്താവേ, നിന്റെ ഒരു വാക്ക് മതി. പ്രിയമുള്ളവരെ, അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു: മറ്റാരിലും രക്ഷയില്ല, ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ടിട്ടുള്ള ഏക നാമം യേശുവിൻ്റെ നാമമാണ്. പ്രിയമുള്ളവരെ, പ്രിയ സഹോദര സഹോദരി, ഈ സമയം ഒന്ന് പ്രാർത്ഥിച്ചേ. നമ്മൾ ദൈവത്തെ ആരാധിക്കുന്ന സമയമാണിത്. നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടി വന്നവരാണ് നമ്മൾ. ഈ പ്രശ്നവുമായി ഇനി വീട്ടിലേക്ക് തിരികെ പോകേണ്ട കാര്യമില്ല. ഇതാ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ട നാമം, അത്ഭുതകരമായ നാമം നമ്മുടെ മുൻപിൽ ഉയർന്നു നിൽക്കുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. പ്രിയമുള്ളവരെ, ഇന്ന് ജീവിതത്തെ എന്തെങ്കിലും ഭാരങ്ങൾ അലട്ടുന്നെങ്കിൽ, എന്തെങ്കിലുമൊക്കെ വേദന നമ്മിൽ നിലനിൽക്കുന്നുവെങ്കിൽ, ഈ സമയങ്ങളിൽ നമ്മുടെ ഇരു കരങ്ങളെയും ഈശോയുടെ സന്നിധിയിലേക്ക് ഉയർത്തുന്നു. കർത്താവേ, രക്ഷയ്ക്കായി നൽകപ്പെട്ട ആ നാമത്തെ ഞങ്ങൾ ഓർക്കുന്നു. യേശുവേ, അത്ഭുതകരമായ നാമത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ഇടയിലേക്ക് സമാധാനമായി സന്തോഷമായി കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ എത്ര വലുതായാലും നമ്മുടെ കർത്താവിന്റെ ഒരു വാക്ക് മതി. ഈശോയെ, അങ്ങയുടെ ഒരു വാക്ക് മതി. എൻ്റെ രക്ഷയ്ക്കായി അങ്ങയുടെ ഒരു വാക്ക് മതി ദൈവമേ. യേശുവേ, യേശുവേ, ഞങ്ങൾ ആരാധിക്കുന്നു അങ്ങേ, ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ഒന്ന് ചേർന്ന് സ്തുതിക്കാമോ? നമ്മുടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കാമോ? ഈശോയെ നന്ദി, ഈശോയെ മഹത്വം, യേശുവേ എൻ്റെ ജീവിതത്തെ കാണണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നിന്റെ സ്വരം കേൾപ്പിക്കണമേ. യേശുവേ, ആഗ്രഹത്തോടെ പാടുന്നു, തീവ്രമായ ആഗ്രഹത്തോടെ പാടുന്നു. ഈശോയെ, ആഗ്രഹത്തോടെ കൊതിയോടെ പാടുന്നു. നിന്റെ ഒരു വാക്ക് നൽകാമോ? യേശുവേ നന്ദി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. നിന്റെ സ്വരം കേൾപ്പിക്കണേ കർത്താവേ. മറ്റൊന്നും വേണ്ട ദൈവമേ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് ഈശോയോട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ഈ ഗാനത്തിലൂടെ. ഈശോയെ നന്ദി, ഈശോയെ ഇപ്പോൾ നിന്റെ മൊഴികൾക്കായി വാഞ്ചിക്കും. ഈശോയെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, എൻ്റെ ജീവിതം മാറാൻ നിന്റെ ഒരു വാക്ക് മതി. കരങ്ങൾ വീശി നമ്മുടെ കർത്താവെ വിളിക്കാം. മറ്റൊന്നും വേണ്ട. ഈശോയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്നു. യേശു ശവകുടീരത്തിനടുത്തേക്ക് എത്തിയപ്പോൾ മർത്ത പറഞ്ഞില്ലേ, കർത്താവേ,
ഇത് 4-ാം ദിവസമാണ്. എന്നാൽ യേശു മർത്തയോട് പറഞ്ഞു, വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? യേശു ലാസറിനെ വിളിച്ചപ്പോൾ മരിച്ചവൻ ഉയർത്തെഴുന്നേറ്റ അത്ഭുതം നമ്മൾ കണ്ടു. ഇതാ, മരിച്ചവനെ ഉയർപ്പിക്കുന്ന ദൈവം നമ്മുടെ ഇടയിലുണ്ട്. രോഗികളെ സുഖപ്പെടുത്തുന്ന ദൈവം നമ്മുടെ ഇടയിലുണ്ട്. നമ്മുടെ യാചനകൾ ശ്രവിക്കുന്ന യേശു നമ്മുടെ ഇടയിലുണ്ട്. ഒന്ന് ഹൃദയം സമർപ്പിക്കാമോ? ഒന്ന് ഭാരം സമർപ്പിക്കാമോ? ഒന്ന് കണ്ണുനീര് സമർപ്പിക്കാമോ? ഈശോയെ, ഇതാ ഞങ്ങൾ സമർപ്പിക്കുന്നു. യേശുവേ, മഹത്വം. കർത്താവേ, ഹൃദയം സമർപ്പിക്കുന്നു. ആ യേശു കൂടും കാറ്റിനെ അടക്കിയതാ, നിന്റെ ഒരു വാക്കുമതി എനിക്ക്. ഈശോയെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തി, കരങ്ങൾ വീശി ഈശോയെ വിളിക്കുന്നു. എന്റെ പ്രിയനേ യേശുവേ, നിന്റെ ഒരു വാക്ക് മതി. മറ്റൊന്നും വേണ്ട. നിന്റെ ഒരു വാക്ക് മതി. ഈശോയെ വീണ്ടും പാടുന്നു. ഹൃദയത്തോട് ചേർത്ത്, ദൈവമേ, എൻ്റെ ജീവിതം ഇനിയും ഫലം നൽകാത്തതാണെന്ന് വേദനയോടെ നമുക്ക് ഓർക്കാം. കർത്താവേ, ഞങ്ങളുടെ ജീവിതം ഫലം നൽകാതെ പോകുന്നു. യേശുവേ, എന്താണ് പരിഹാരം? കർത്താവേ, അങ്ങയുടെ ഒരു സ്വരം കേട്ടാൽ മതി, അങ്ങയുടെ ഒരു വാക്ക് ലഭിച്ചാൽ മതി. യേശുവേ, ഫലം ചൂടുന്ന ജീവിതമായി ഞങ്ങൾ മാറും, ഞങ്ങൾ രൂപാന്തരപ്പെടും, ഞങ്ങളിൽ മാറ്റമുണ്ടാകും. കർത്താവേ, ഇതാ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, നിന്റെ മൃദുസ്വരത്തിനായി പ്രാർത്ഥിക്കുന്നു. നീ എന്നെ വിളിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഹല്ലേലൂയ. കർത്താവേ, അവസ്ഥകൾ മാറിടുവാൻ എന്നിൽ രൂപാന്തരം വരുവാൻ, ഞാൻ മാറുവാൻ, ഞാനേറെ ഫലം ഫലമുള്ളവനായി തീരുവാൻ ഒരു വാക്കുമതി എനിക്ക്. പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ വീശി യേശുവിനെ വിളിക്കുന്നു. എന്റെ പ്രിയനായ യേശുവിനെ വിളിക്കുന്നു. എന്റെ ദൈവമേ, ഞങ്ങളിതാ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതം സമർപ്പിച്ച് മറ്റൊന്നും വേണ്ട.
മഹത്വം. കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. നമ്മുടെ ഇടയിൽ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്ന ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. കരങ്ങൾ ഉയർത്തി ഈശോയുടെ സാന്നിധ്യം ഹൃദയത്തിൽ അനുഭവിച്ച് കർത്താവേ, ഞങ്ങളെ സ്തുതിക്കുന്നു. ഈ രാത്രിയിൽ ഞങ്ങളുടെ യാചനകൾ യേശുവേ നീ സ്വീകരിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തെ ജലധാര പോലെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ഈശോയെ നീ കടന്നു വരണമേ. നിന്റെ ഒരു വാക്കിനാൽ എന്നെ സുഖപ്പെടുത്തണമേ. യേശുവേ, എന്റെ രോഗത്തിന്റെ മേൽ നീ വരണമേ. എന്റെ ജീവിതത്തിലേക്ക് നീ വരണമേ. ഹൃദയഭാരത്തോട് പ്രാർത്ഥിക്കാമോ സഹോദരങ്ങളെ? ജീവിതം സമർപ്പിച്ച് പ്രാർത്ഥിക്കാമോ? ഇതാ കർത്താവ് ഇറങ്ങി വരുന്ന സമയമാണിത്. യേശു നിന്നെ തൊടുന്ന സമയമാണ്. ഈശോയെ നന്ദി. ജീവിതം നൽകി ആരാധിക്കുന്നു. എൻ്റെ കർത്താവേ, നിന്നെ ഞാൻ ആരാധിക്കുന്നു. എൻ്റെ ഈശോയെ, നിന്നെ ഞാൻ ആരാധിക്കുന്നു. എൻ്റെ പ്രിയനെ, നിന്നെ ഞാൻ ആരാധിക്കുന്നു. യേശുവേ നന്ദി. യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, ഇതാ ഞാൻ ആരാധിക്കുന്നു. ഈ സമൂഹം ഒന്ന് ചേർന്ന് ആരാധിക്കുന്നു. ഞങ്ങളുടെ ഇടയിൽ നിന്റെ അത്ഭുത പ്രവൃത്തികൾ ചെയ്യണമേ. ഞങ്ങളുടെ ഇടയിൽ നിന്റെ വീരപ്രവൃത്തികൾ ചെയ്യണമേ. ഞങ്ങളിൽ രോഗികളായവർ സൗഖ്യം പ്രാപിക്കട്ടെ. എന്റെ ദൈവമേ, ആരാധന. യേശുവേ, ആരാധന. ഉറക്കെ സ്തുതിക്കാം. മനമുയർത്തി സ്തുതിക്കുന്നു. യേശുവേ നന്ദി. കണ്ണുനീരുകൾ സമർപ്പിച്ച് സ്തുതിക്കുന്നു. യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ശാന്തമായി ഈശോയുടെ സാന്നിധ്യം അനുഭവിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ മൃദുസ്വരം കേൾപ്പിക്കണേ. മറ്റൊന്നും വേണ്ടെന്ന് പറയാം നമുക്ക്. വേണ്ടിപ്പോ ഒരു വാക്ക് മതി ഈശോയെ. ഒരു വാക്കു മതി എനിക്ക്. ഹൃദയത്തിന്റെ ആഴത്തിൽ ഒന്നുകൂടെ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, മറ്റൊന്നും വേണ്ട ദൈവമേ. ഈ ആലയം വിട്ടു പോകുമ്പോൾ, ഈ ആരാധനയുടെ സമയത്ത് നിന്റെ ഒരു വാക്ക് മതി. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാമോ പ്രിയരെ? ഈശോയുടെ ഒരു വാക്ക് പോരെ നമ്മളെ മാറ്റുവാൻ. ഈശോയുടെ ഒരു വാക്ക് പോരെ നമ്മളെ സുഖപ്പെടുത്തുവാൻ. ഈശോയെ, നിന്റെ ഒരു വാക്ക് നൽകണമേ. നീ എന്നെ വിളിക്കണമേ. ഈശോ, യേശുവേ നന്ദി. യേശുവേ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഈശോയെ സ്തുതി. ഈശോയെ മഹത്വം. ഈശോയെ ആരാധന. കർത്താവേ നന്ദി.